കഴിഞ്ഞ 14-ാം തീയതി സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് ആരംഭിച്ച യാത്ര മലബാറിലെ 5 ജില്ലകളിൽ അതിൻ്റെ പ്രയാണം പൂർത്തീകരിച്ച് ഇന്ന് ഏറ്റുമാനൂരപ്പൻ്റെ തിരുസന്നിധിയിലെത്തിയിരിക്കുക. വളരെ അഭിമാനവും സന്തോഷവും ഞങ്ങൾക്കുള്ളത് ഈ യാത്രയിൽ ഞങ്ങൾക്ക് ലഭിച്ച സ്വീകരണങ്ങൾ. എല്ലാ ജാതി മത വിഭാഗങ്ങളും ഈ യാത്രയോട് സഹകരിക്കുകയുണ്ടായി. കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഇന്നലെ മലപ്പുറം എത്തുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളും ഈ യാത്രയെ അഭിവാദ്യം ചെയ്യാനെത്തുകയുണ്ടായി. ഏറ്റവും അധികം കുടിയേറ്റ കർഷകരുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫിൻ്റെ നിയോജകമണ്ഡലത്തിൽ ഇരിട്ടിയിൽ വലിയൊരു കുടിയേറ്റ ജനതയാണ് ഞങ്ങളെ സ്വീകരിക്കാൻ എത്തിച്ചത്. ഇക്കാര്യത്തിൽ ജാതി മത ചിന്തകൾക്ക് അതീതമായി ദൈവത്തിൻ്റെ സ്വത്തുക്കൾ ഒരിക്കലും മോഷ്ടിക്കപ്പെടരുത് എന്ന വികാരം കേരളത്തിലെ ആബാലവൃദ്ധൻ ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് കാലത്ത് ഞാനും നിങ്ങളും പത്രത്തിൽ വായിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തു എന്നാണ്. ഞാനിപ്പോൾ ചാനലിൽ വാർത്ത കണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഹൈക്കോടതിയെ സമീപിക്കാൻ പോവാണ്. അതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള ധൈര്യം, തന്നെ ആരും തൊടാൻ പോകുന്നില്ല എന്നുള്ള ധൈര്യത്തിൻ്റെ കാരണം അദ്ദേഹത്തിന് 2019 അദ്ദേഹത്തിൻ്റെ കൈകളിൽ കൊടുത്തത് ഒറിജിനൽ സ്വർണമാണെങ്കിലും ദേവസ്വം ബോർഡിൻ്റെ രേഖയിൽ അത് ചെമ്പുപാളിയാണ്. ചെമ്പുപാളികൾ സ്വർണം പൂശാൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നാണ് റെക്കോർഡ്. അതാണ് എന്നെ ആരും തൊടാൻ പോകുന്നില്ല എന്ന ധൈര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ളത്. ഇതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പോലീസ് വളരെ വൈകിയാണെങ്കിലും അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്തത്. കാരണം ഇന്ന് യാത്രാ സമാപനമാണല്ലോ. ക്ഷേത്ര സംരക്ഷണ യാത്രകളുടെ സമാപനം ഇന്ന് നടക്കുമ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്തു എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞങ്ങൾക്കൊക്കെ അറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ധൈര്യം എന്താണ്. 2013 ഇവിടെ ചില സഖാക്കളുടെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അവർ പറയുന്നത് 2013 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കീഴ്ശാന്തിയായിട്ട് പ്രവർത്തിച്ചു. അന്ന് UDFൻ്റെ കാലം എന്നാണ്. ഈ പ്രസംഗിക്കുന്ന സഖാക്കളോട് ഒരു കാര്യം പറയാനുള്ളത്, കീഴ്ശാന്തി ദേവസ്വം ബോർഡ് ജീവനക്കാരനല്ല. കീഴ്ശാന്തിയുടെ ശമ്പളം ദേവസ്വം ബോർഡിൽ നിന്നല്ല കൊടുക്കുന്നത്. അത് മേൽശാന്തിമാർ ഓരോ കാലത്ത് അവരുടെ സഹായികളായിട്ട് വെക്കുന്നവരാണ് ഈ കീഴ്ശാന്തിമാരെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെയാണ് 2013 അവിടെ വന്നു ചേർന്നത്. ഇദ്ദേഹത്തിൻ്റെ പൂജ യഥാർത്ഥ പൂജയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കിയ തന്ത്രിയാണ് ഇയാളെ ക്ഷേത്രത്തിന് ഇറക്കി വിട്ടത്. ഇവിടെ കാലണയ്ക്ക് വകയില്ലാതെ കീഴ്ശാന്തി ജോലിക്ക് വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രി ഇറക്കി വിട്ടതിന് ശേഷം എങ്ങനെ 5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു സ്പോൺസറായി രംഗത്ത് വന്നു, എങ്ങനെ പെട്ടെന്ന് ഒരു ദാരിദ്ര്യം പ്രാപിച്ചാൽ എങ്ങനെ സമ്പന്നനായി മാറി 5 വർഷം കൊണ്ട്. പിന്നെ അധികം കാട്ടിക്കൂട്ടിയ വിക്രയകളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. വിജയ് മല്യ 1998 നൽകിയ 30 കിലോൻ്റെ സ്വർണമാണ് ശബരിമല പ്രധാന ഭാഗങ്ങളിൽ സ്വർണം കൊണ്ട് പൊതിഞ്ഞത്. സ്വർണം പൂശിയതല്ല, പൊതിഞ്ഞതാണ്. അത് ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞു, ക്ഷേത്രത്തിലെ മുഖ്യ കവാടത്തിൽ പൊതിഞ്ഞു, മേൽത്തട്ടിൽ ഗോപുരത്തിൻ്റെ മേലെ അത് പതിപ്പിച്ചു. ഈ സ്വർണ്ണപ്പാളികൾ 40 വർഷത്തെ ഗ്യാരണ്ടിയുള്ള സ്വർണം. ഈ സ്വർണം എന്തിനെ ഇളക്കിയെടുത്തുകൊണ്ട് പോയി? ഞാൻ ചോദിക്കുന്ന, കാറ്റും മഴയും ഏൽക്കാത്ത ഗോപുരത്തിലും ദ്വാരപാല ശില്പത്തിലൊക്കെ എങ്ങനെ സ്വർണത്തിന്, അതും ഒറിജിനൽ സ്വർണത്തിന് എങ്ങനെ നിറമാറ്റം ഉണ്ടായി? ഇനി അത് റിപ്പയർ ചെയ്യാനാണെങ്കിൽ എന്തടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയുടെ കയ്യിൽ കൊടുത്തയച്ചു? ഈ സുബ്രഹ്മണ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റെക്കോർഡ് പരിശോധിച്ചാൽ പറഞ്ഞ പോലെ കീഴ്ശാന്തി അവിടെ വന്നിട്ട് ഇറക്കി വിട്ട് പോയ ഒരു വ്യക്തി, ഈ സമ്പന്നനാണെങ്കിൽ തന്നെ എന്തടിസ്ഥാനത്തിലാണ് ദേവന്റെ സ്വത്ത് കൊടുത്തയക്കുന്നത്? ചെന്നൈയിൽ കൊണ്ടുപോയി ഇതൊക്കെ തിരിച്ചു വന്നപ്പോൾ എങ്ങനെ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളായി മാറി? മുമ്പ് വടക്കൻ പാട്ടിൽ ഒരു
ഒരു ഇതുണ്ട്. ഇരുമ്പാണിക്ക് പകരം മുള്ളാണി വയ്ക്കാൻ കൊല്ലന് പൊൻപണം നൽകിയതാര് എന്നായിരുന്നു ചോദ്യം. ഇവിടെ ചോദിക്കുന്നത് സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികളാക്കാൻ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതാര്, അതാണ് ഇവിടുത്തെ ചോദ്യം.